ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കഴിക്കുന്ന എല്ലാ MP40s ആണ്. അപ്പം നോക്കാം. എൻ്റെ കഴിക്കുന്നത് ഇന്ന് കോബ്ര MP40, പോർക്കർ, ലൈറ്റ്നിങ് സ്ട്രൈക്കിൻ്റെ മെക്കാനിക്കൽ. ആൻഡ് ഇത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഫസ്റ്റ് നമ്മൾ പോർക്കർ അല്ലെങ്കിൽ MP40 നല്ല ഹെഡ് ഷോട്ട് കിട്ടുക. അടുത്തത് കോബ്ര. ഞാൻ എല്ലാത്തിനും കമ്പയർ ചെയ്തിട്ട് റാങ്കിങ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. മെക്കാനിക്കൽ യൂസ് ചെയ്ത് നോക്കാം. മെക്കാനിക്കലിൻ്റെ ഡബിൾ ഡാമേജ്, റേഞ്ച് എത്ര, ഇത് മെക്കാനിക്കൽ ഡാമേജ് എത്ര, റീലോഡ് സ്പീഡ് കുറവാണ്. പോർക്കറിൻ്റെ ഞാൻ പറഞ്ഞ പോലെ റേറ്റ് ഓഫ് ഫയർ കൂടുതൽ, സിംഗിൾ, റേഞ്ച് മൈനസാ, മാഗസിൻ ഡബിളാ. ഓക്കെ, ഇതിൽ ഡാമേജ് കൂടുതലാണ്. മമ്പ ഗാണിൻ്റെ ഡാമേജ് സിംഗിളാ, റീലോഡ് സ്പീഡ് സിംഗിളാ, മൂവ്മെൻറ്റ് സ്പീഡ് മൈനസാ. ഇതിൽ ആക്യുറേറ്റ് സിംഗിൾ, റീലോഡ് സ്പീഡ് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ റേറ്റ് ഓഫ് ഫയർ കൂടുതലാണ്. പൊളി അല്ലട റേറ്റ് ഓഫ് ഫയറൊക്കെ. അക്യുറസി മൈനസ് ഇതില്ല, എനിക്ക് തോന്നുക ഇതിൻ്റെ 5 എത്ര, 1 2 3 4 5 6 7 MP40s ഉണ്ട്. ഐ തിങ്ക് 7th പ്ലേസിൽ ഞാൻ ഈ MP40 വയ്ക്കാൻ പോവാം. 7th പ്ലേസിൽ എൻ്റെ ഒപ്പീനിയനാണ് കേട്ടത്. എൻ്റെ അക്യുറസി പൊളിയ. അപ്പം നമ്മൾ രണ്ട് ലോങ് റേഞ്ചിൽ നിന്ന് അടിക്കുമ്പോൾ അതിൻ്റെ ഹെഡ് ഷോട്ട് പക്ക കിട്ടും. ഇന്ന് 6th പ്ലേസിൽ ഞാൻ ഇത് വയ്ക്കാൻ പോവാം. ഇത് പൊളിക്കാം. ഇതിൻ്റെ ഡാമേജ് സിംഗിളാ, റീലോഡ് സ്പീഡ് സിംഗിളാ. അപ്പോൾ നിങ്ങൾ ദാണ്ട് ഷോർട്ട് റേഞ്ചിൽ ദാണ്ട് കിൽ ചെയ്തിട്ടിരിക്കുമ്പോൾ ഡാമേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിന് ഡാമേജും കിട്ടും, പെട്ടെന്ന് റീലോഡ് സ്പീഡും പൊളിയാണ്. ഇതിന് ഫ്രീയാണ്, ഇതൊക്കെ ഫ്രീയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കിട്ടാം. അടുത്തത് 6th 7th 5th പ്ലേസിൽ ഞാൻ എൻ്റെ ഈ വിൻ്റർ ലാൻഡ്സിൽ വയ്ക്കാൻ പോവാം. വിൻ്റർ ലാൻഡ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ഓഫ് ഫയർ കൂടുതലാണ്. സെയിമാണ്. നമ്മൾ ഷോർട്ട് റേഞ്ചിൽ കസ്റ്റം മാച്ചിൽ ഷോർട്ട് റേഞ്ചിൽ താണ്ട ഇത് യൂസ് ചെയ്യുമ്പോൾ പൊളിയ, ഇത് ഡാമേജ് പൊളിയായിട്ട് കൊടുക്കും. ഡാമേജ് ഇല്ലെങ്കിൽ ഇത് റേറ്റ് ഓഫ് ഫയർ കൂടുതലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാരെ കൊല്ലാൻ പറ്റും. അക്യുറസി കുറവാണ്, സോ ഷോർട്ട് റേഞ്ച് ഓൺലി. ഇത് 4th പ്ലേസിൽ നമ്മൾ അടുത്തത് ഇത് മാഗസിൻ ഡബിളാ, ഡാമേജ് കൂടുതലാണ്. ഇതിന് നമ്മൾ സെയിമാണ്. നമ്മൾ എനിമനെ അറ്റാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇതിന് റീലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് 4th പ്ലേസ് വച്ചിരിക്കുന്നത്. അടുത്തത് 3rd പ്ലേസിൽ ഇത് എൻ്റെ സ്വന്തമാണ്. ഇതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സാണ്. ഇത് എൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാൽ ഇതിന് ഹെഡ് ഷോട്ട് കൂടുതൽ കിട്ടും, റേറ്റ് ഓഫ് ഫയർ കൂടുതലാണ്, മാഗസിൻ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് താണ്ട പെട്ടെന്ന് റീലോഡും ചെയ്യാൻ പറ്റും, മാഗസിൻ കൂടുതലത് കൊണ്ട്. അക്യുറസി ഇല്ലെങ്കിലും ഇതിൻ്റെ ഹെഡ് ഷോട്ട് പൊളിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, 3rd ഇത്. 2nd എന്ന് വെച്ചാൽ മെക്കാനിക്കൽ എന്ന് വെച്ചാൽ പൊളിയ. ഐ മീൻ നല്ല ഡാമേജ് കിട്ടും, റേഞ്ചും കൂടുതലാണ്. സോ കുറച്ച് ദൂരത്തിൽ നിന്ന് നല്ലതായിട്ട് കൊല്ലും, ആൾക്കാരനെ ഹെഡ് ഷോട്ട് അടിക്കാൻ കുറേ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2nd വെച്ചാൽ. ഫസ്റ്റ് ഇപ്പം കോബ്രയാണ്. ഞാൻ കോബ്രാനെ എന്തിനാ 1st പ്ലേസ് വെച്ചിരിക്കുന്നത് അറിയാമോ? ഇതിന് എൻ്റെ കയ്യിലിരിക്കുന്നത് 3rd ലെവൽ 3യാണ്. ഇതിനെ നമ്മൾ ലെവൽ 4 ആക്കിയാൽ മതി. ഇവിടെ ലെവൽ 4 ആക്കിയെങ്കിൽ ഡാമേജ് ഉണ്ടോ, ഡബിൾ ഡാമേജ്, സിംഗിൾ റേറ്റ് ഓഫ് ഫയർ, റീലോഡ് സ്പീഡ് മൈനസ്. അതായത് നമ്മൾ 6th ലെവലിലുള്ള
4th ലെവലിലേക്ക് അങ്ങനെ ആക്കി. നിങ്ങൾക്ക് കയ്യിൽ കണ്ട കോബ്ര MB40 ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ 4th ലെവൽ വരെ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഗൈസ്. ഇതാണ് പൊളി. എന്നിട്ടേ നിങ്ങൾക്ക് നല്ലതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. ഇത് ബാക്കി 2nd ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. നിങ്ങൾ പോക്കർ ഉണ്ടെങ്കിൽ പോക്കർ യൂസ് ചെയ്യാം. അത്രയും പൊളി. ഗൺസൊക്കെ പൊളിയാണ്. അത്രയേ ഉള്ളൂ. ഐ തിങ്ക് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഈ പോക്കർ MB40 എല്ലാ MB40 ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റിയൽ ലൈഫില്ല ഗെയിമിൽ പോയി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. Till then, take care and bye bye.